ഹായ് ഫ്രണ്ട്സ്, ബിവിസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ എനാബിൾ ചെയ്യുക. അതിൽ ഓൾ എന്നത് സെലക്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. ബിവിസ് വേൾഡിനൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്, അത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യുക. ഇന്നൊരു ബോട്ടിൽ ആർട്ടിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ബോട്ടിൽ യൂസ് ചെയ്തിട്ടുള്ളത് അരിഷ്ടത്തിൻ്റെ ഒരു കുപ്പിയാണ്. അപ്പോൾ ഇതിന് ക്യാപ്പ് ഒന്നും റിമൂവ് ചെയ്യാതെയുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് വേണ്ടത് കുറച്ച് ടിഷ്യൂ പേപ്പറാണ്, പിന്നെ ഫെവിക്കോൾ കട്ടിയായിട്ട് തന്നെ ഇരുന്നോട്ടെ. വേണമെങ്കിൽ നമുക്ക് ഡൈല്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ അതേപോലെ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതേപോലെ ഫെവിക്കോൾ ഈ കുപ്പിയുടെ മുകളിലായിട്ട് നന്നായി തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം ഈ ടിഷ്യൂ പേപ്പർ അതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ബോട്ടിൽ മുഴുവനായിട്ട് കവർ ചെയ്യുന്ന രീതിയിലാണ് ഈ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അതായത് ഇതിൻ്റെ ക്യാപ്പും ഇതിൻ്റെ എല്ലാ സൈഡും കവർ ചെയ്യണം. അപ്പോൾ ഇതേപോലെ ഗ്ലൂ ഇതേപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. വളരെ പെട്ടെന്ന് ഇത് മുഴുവനായിട്ട് ഒട്ടിച്ച് കിട്ടാൻ പറ്റും. ഒട്ടിച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഇത് ഡ്രൈ ചെയ്യാൻ വേണ്ടി വെക്കണം. ഇവിടെ ഇങ്ങനെ ഒരു ചുളിവുകൾ പോലെയൊക്കെ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇത് നന്നായി ഒന്ന് ഡ്രൈ ചെയ്യണം. അപ്പോൾ ഇത് നന്നായി ഡ്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് അവിടെ കാണുന്നില്ലേ, ഇതിൻ്റെ കുപ്പിയിൽ മൂടിയിലും ഒക്കെ ഇത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, നമ്മുടെ കയ്യിലുള്ള ഈ തെർമോക്കോൾ ബോളിന് ചെറിയ പൈസയുള്ളൂ, ഷോപ്പിൽ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഈ തെർമോക്കോൾ വെച്ചിട്ട് ഈ ക്യാപ്പിൻ്റെ പോർഷൻ മൊത്തമായിട്ട് കവർ ചെയ്ത് കൊടുക്കുക. ഇത് മൊത്തം കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. തെർമോക്കോൾ ബോളിൻ്റെ ഭാഗവും പിന്നെ ഈ ബോട്ടിലിൻ്റെ മുഴുവൻ ഭാഗവും നമ്മൾ ഈ ബ്ലൂ കളർ അക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് പെയിൻറ്റ് ചെയ്യുന്നത്. തെർമോക്കോൾ ബോളിന് മുഴുവനായിട്ടും പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ബോട്ടിലിന് ഈ ബ്രഷ് കൊണ്ട് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്യുന്ന രീതിയിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ബോട്ടിൽ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് ഡ്രൈ ആവണം. അതിനുശേഷം മാത്രമേ നമുക്ക് അടുത്തത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇത് ഡേറ്റ്സിൻ്റെ സീഡാണ്, ഈത്തപ്പഴത്തിൻ്റെ കുരുവാണ്. ഇത് വെച്ചിട്ട് നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാം. ആദ്യം തന്നെ ഇതേപോലെയുള്ള കാർഡ്ബോർഡിൻ്റെ കഷ്ണം കട്ട് ചെയ്തെടുക്കണം. നോട്ട്ബുക്കിൻ്റെ കവർ പേജിൽ നിന്നൊക്കെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി അതിൽ ഗ്ലൂ ഗൺ യൂസ് ചെയ്തുകൊണ്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. വൃത്താകൃതിയിൽ കട്ട് ചെയ്തിട്ടുള്ള ഈ നോട്ട്ബുക്കിൻ്റെ കവറിൽ ഇതേപോലെ ഈത്തപ്പഴത്തിൻ്റെ കുരു ഒട്ടിച്ചു കൊടുക്കണം. ഫ്ലവറിൻ്റെ ഷേപ്പ് കിട്ടുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാം. ഗ്ലൂ ഗൺ യൂസ് ചെയ്തുകൊണ്ട് എളുപ്പത്തിൽ നമുക്ക് ഒട്ടിച്ചെടുക്കാൻ സാധിക്കും. ഒരു റൗണ്ട് ഇതേപോലെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടാവുമ്പോൾ ഈ ഓരോ ഇതളുടെയും ഇടയിലായിട്ട് വീണ്ടും ഓരോ ഈത്തപ്പഴത്തിൻ്റെ കുരുവായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇതാ ഒരു ഫ്ലവർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ബാക്കിയുള്ള രണ്ടെണ്ണം കൂടി ചെയ്തെടുക്കണം. അപ്പോൾ അതിനു മുമ്പ് ഇവിടെ സെൻറ്റർ പോർഷനിൽ ഒരു അല്പം വലിപ്പമുള്ള ഒരു തെർമോക്കോൾ ബോൾ ഒട്ടിച്ച് കൊടുക്കണം. നിങ്ങൾക്ക് വേണേൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ ഉൾഭാഗത്ത് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരം സീഡ്സ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്താലും മതി. അതേപോലെ ബാക്കിയുള്ള ഫ്ലവേഴ്സ് കൂടി ചെയ്തെടുക്കണം.
അപ്പോൾ ഇത് 3 ഫ്ലവേഴ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പെയിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഞാൻ യെല്ലോ കളർ പെയിൻ്റാണ് യൂസ് ചെയ്തത്. അക്രിലിക് യെല്ലോ കളറിൽ അല്പം ഓറഞ്ച് കളർ കൂടി മിക്സ് ചെയ്തിട്ട് ഡാർക്ക് ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അക്രിലിക് യെല്ലോയിൽ ഓറഞ്ച് കളർ അല്പം എടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് ശേഷം ഇതിന് മുകളിലായിട്ട് മുഴുവൻ പോർഷനും ഈ ഒരു പെയിൻറ്റ് യൂസ് ചെയ്തുകൊണ്ട് കളർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു കോട്ട് അടിച്ചതിന് ശേഷം ഡ്രൈ ആയി വീണ്ടും ഒരു കോട്ട് കൂടി അപ്ലൈ ചെയ്ത് കൊടുത്താൽ നല്ലൊരു ഫിനിഷിങ് കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ തിരഞ്ഞെടുക്കാം. ഇവിടെ ഞാൻ ഒരു സൺഫ്ലവറിൻ്റെ ഒരു ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ ഇത് ചെയ്തെടുക്കാം. വളരെ എളുപ്പമാണ്. വെറും വേസ്റ്റ് മെറ്റീരിയലാണ് ഇതൊക്കെ നമ്മൾ കളയാതെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ക്രാഫ്റ്റ് ഐറ്റം ആയിട്ട് മാറ്റാം. ഇതൊക്കെ ഇനി ഒന്ന് ഡ്രൈ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ടുള്ള തെർമോക്കോൾ ബോളിന് ഒരു ബ്രൗൺ കളർ പെയിൻറ്റ് വെച്ചിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. ഈ 3 ഫ്ലവറിനും അതേപോലെ ചെയ്തെടുക്കുക. ബ്രൗൺ അല്ലെങ്കിൽ ബ്ലാക്ക് കൊണ്ട് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തത് ഇതേപോലെയുള്ള ഗ്രീൻ പേപ്പറാണ് വേണ്ടത്. A4 സൈസിലുള്ള പേപ്പറാണ്. ഗ്രീൻ പേപ്പർ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമ്മൾ കളർ ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഈ ഗ്രീൻ പേപ്പർ 3 കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു സൈസിൽ 3 കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെയുള്ള ഓരോ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു പേപ്പർ റോൾ എങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത്. അപ്പം ഇതേപോലെ റോളാക്കി ചെയ്തെടുക്കുക. അതിനുശേഷം ഇതേപോലെ ഒരു പശ അപ്ലൈ ചെയ്തതിന് ശേഷം അത് ഒട്ടിച്ചെടുക്കുക. ഇതേപോലെ 3 പേപ്പറും ചെയ്തെടുക്കണം. 3 ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇലയുടെ ഷേപ്പാണ്. ഇലയുടെ ഷേപ്പിന് ഈ ഒരു സൈസിലുള്ള പേപ്പർ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇലയുടെ ഷേപ്പ് കിട്ടുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ സൈഡും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നമുക്ക് കിട്ടും. ഇനി അതിനെ ഒന്ന് മടക്കി കൊടുക്കുക. ഈ ഒരു കട്ടിങ്ങിലൂടെ ഒന്ന് മടക്കി കൊടുത്താൽ നമുക്ക് അവിടെ ചുളിവുകളായിട്ട് കിട്ടും. ഇനി അതിനെ നിവർത്തിയെടുക്കുക. ഇതേപോലെ നമുക്ക് 6 ഇലകൾ ചെയ്തെടുക്കണം. അപ്പോൾ 6 ലീഫ് ഇതേ മെത്തേഡിൽ ചെയ്തെടുക്കുക. നമുക്ക് നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള ആ കുപ്പിയിൽ ഇതൊക്കെ എങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിൽ അല്പം വലിപ്പത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഫ്ലവർ എടുക്കുക. അതിനുശേഷം അതിൻ്റെ അടിയിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ അടിയിലൊന്നും ഞാൻ പെയിൻറ്റ് ചെയ്തിട്ടുള്ള അതിൻ്റെ ആവശ്യം വരുന്നില്ല, കാരണം അത് പുറത്ത് കാണില്ല. അപ്പോൾ ഇതേപോലെ ഒന്നാമത്തെ ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം 2 സൈഡിലായിട്ട് അടുത്ത ഓരോ ഫ്ലവേഴ്സ് കൂടി ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ഈ പേപ്പർ റോഡിനെ ഇതേപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ എൻഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം. അതിനുശേഷം ഇതേപോലെ ഒന്ന് വളച്ച് ഒരു ഷേപ്പാക്കി എടുക്കുക. എന്നിട്ട് അവിടെ ഒട്ടിച്ചു കൊടുക്കുക. ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്, എന്നാൽ എളുപ്പത്തിൽ ഒട്ടിക്കിട്ടും. അപ്പോൾ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തുകൊണ്ട് ഇത് ഒട്ടിച്ചു കൊടുക്കുക. ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ അങ്ങ് കട്ട് ചെയ്ത് കളയാം. അതേപോലെ 3 ഫ്ലവറിൻ്റെ തണ്ടുകളും ഒട്ടിച്ചെടുക്കണം. മൂന്ന് ഫ്ലവറിൻ്റെ തണ്ടുകൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഒരു അറേഞ്ച്മെൻറ്റിൽ ലീഫ് ഒട്ടിച്ചു കൊടുക്കാം.
അപ്പോൾ ഇതാ നമ്മളെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. വെറും വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.